സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിലും DA അടച്ചു തീർക്കുന്നതിലും പറഞ്ഞ വാക്കിൽ മാറ്റമുണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇത് വേഗത്തിൽ നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ സുവർണ ജൂബിലി മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉദ്യോഗസ്ഥ വിഭാഗത്തെ ശത്രുക്കളായി കാണുന്ന മനോഭാവം LDF സർക്കാരിനില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. എന്നാൽ ചിലത് ചാർത്തി നൽകാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഫയലുകളിൽ തീരുമാനമെടുക്കുന്നത് വേഗത്തിലാക്കണമെന്നും മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റ് ജീവനക്കാരെ ഓർമ്മപ്പെടുത്തി. ഭരണത്തിൻ്റെ സ്വാദ് ജനങ്ങൾ കൃത്യമായി അനുഭവിക്കണമെങ്കിൽ പ്രശ്നങ്ങളിൽ തീരുമാനം വേഗത്തിലുണ്ടാവണം. അനന്തമായി നീണ്ടുപോകുന്ന അവസ്ഥയുണ്ടാകരുത്. ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ഉദ്യോഗസ്ഥ വിഭാഗത്തെ ആകെ ശത്രുക്കളായി കാണുന്ന നിലപാട് ഇടതുപക്ഷത്തിൻ്റെയും LDFിൻ്റെയും LDF സർക്കാരിൻ്റെയും മുഖമുദ്രയായി നിൽക്കില്ല. എന്നാൽ ചിലത് ചാർത്തിക്കൊടുക്കാൻ പറ്റുമോ എന്ന ശ്രമം ചിലർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയം പറഞ്ഞ വാക്ക് പാലിക്കുന്നവരാണ് LDF സർക്കാരെന്നും ജീവനക്കാരുടെ DA കൊടുത്തു തീർക്കുമെന്നും ശമ്പള പരിഷ്കരണം നടത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സാധാരണക്കാർക്കുള്ള ക്ഷേമ പെൻഷനും കുടിശ്ശികയടക്കം കൊടുത്തു തീർക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പെൻഷൻ ഇപ്പോൾ മാസം തോറും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കുടിശ്ശിക കൃത്യമായി കൊടുത്തു തീർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജീവനക്കാരുടെ DA അത് കൃത്യമായി തന്നെ നടപടികൾ സ്വീകരിക്കും കൊടുത്തു തീർക്കാൻ എന്നതും LDF സർക്കാർ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഇതിലൊന്നും പറഞ്ഞ വാക്കിന് LDF സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മാറ്റമുണ്ടാകില്ല എന്ന് എല്ലാവർക്കും അനുഭവത്തിൽ ബോധ്യമുള്ള കാര്യമാണ്. പിന്നെ ഇവിടുത്തെ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കാര്യം അതിൽ നിയതമായ നിലപാട് എപ്പോഴും സ്വീകരിക്കുന്നതാണ് ഇടതുപക്ഷം. കെട്ടിടോദ്ഘാടനത്തിന് മുന്നോടിയായി വേദിയിൽ ജീവനക്കാർ സംഘഗാനം അവതരിപ്പിച്ചു. സ്വാഗതഗാനത്തെ ചൊല്ലി വലിയ വിവാദം സൃഷ്ടിക്കാൻ മാധ്യമങ്ങൾ ശ്രമിച്ചിരുന്നു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.